+1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. +1 മാത്തമാറ്റിക്സിൽ ആകെ 16 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച ചാപ്റ്റേഴ്സിന്റെ നേരെ കണ്ടിന്യൂവേഷൻ ആണ് എന്നും ബ്രിഡ്ജ് കോഴ്സിൽ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജ് കോഴ്സിന്റെ ഫസ്റ്റ് വീഡിയോയിൽ എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ചും ചെറുതായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവര് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ടാകും, അത് വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സെറ്റ്സിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സാധാരണ മാത്തമാറ്റിക്സിലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ള ധാരണയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുക. പക്ഷെ അതിൽ നിന്നൊക്കെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെറ്റ്സ്. സാധാരണ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ പറയാണ് നിങ്ങളുടെ ഒരു സെറ്റ്, അല്ലെങ്കിൽ അവരെല്ലാവരും ഒരു സെറ്റാണ് നിങ്ങൾ പറയല്ലോ. അതായത് ഒരു കൂട്ടത്തെയാണ് ശരിക്ക് സെറ്റ് എന്ന് പറയല്. അങ്ങനെയെങ്കിൽ അതിനൊരു കറക്റ്റ് ഡെഫിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സിനെ പറയുന്ന പേരാണ് സെറ്റ്. അതായത് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ ഉൾപ്പെടും ആരൊക്കെ ഉൾപ്പെടൂല എന്ന് നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ സാധിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്ലാസ് എടുത്തു, നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ് എടുത്തു. എന്നിട്ട് ഞാൻ ചോദിക്കാണ്, അതിലുള്ള ഒരു കുട്ടിയോട് വിളിച്ചിട്ട് ഞാൻ പറയാണ് ഇതൊരു ബോയ് ആണോ ഗേൾ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ സാധിക്കൂലേ? കാരണം ആ ക്ലാസ്സിൽ 2 വിഭാഗമാണുള്ളത്. ബോയ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ്, അതിനെ വേണമെങ്കിൽ ഒരു സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ ബോയ്സ് ഇൻ ദ ക്ലാസ്. അതേപോലെ സെറ്റ് ഓഫ് ഓൾ ഗേൾസ് ഇൻ ദ ക്ലാസ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു സെറ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് ആണ്. കാരണം ഒരു കുട്ടിയെ അങ്ങോട്ട് വിളിച്ചു, ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് ഞാൻ വിളിച്ചിട്ട് ഞാൻ ബോയ്സിന്റെ സെറ്റിൽ ഞാൻ ചോദിക്കാണ് ഇത് നിങ്ങളുടെ സെറ്റിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോയ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പല്ലേ? അതുകൊണ്ട് ആ ഗേള് ഒരിക്കലും ബോയ്സിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യൂല, ഉൾപ്പെടൂല. അതുപോലെ ഒരു ബോയിനെ ഞാൻ വിളിച്ചിട്ട് ഈ സെറ്റിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൾപ്പെടൂല എന്ന് പറയാൻ കഴിയും. ഇനി ഈ ബോയിയെ ഞാൻ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുക, അതായത് ബോയ്സിന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൾപ്പെടും എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അങ്ങനെ പറയാൻ സാധിക്കാൻ കാരണം എന്താണ്? അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. അതായത് വെൽ ഡിഫൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, ഒരു എലമെന്റിന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ആ ഒരു ഗ്രൂപ്പില് അല്ലെങ്കിൽ ആ ഒരു സെറ്റില് ഉൾപ്പെടുമോ ഉൾപ്പെടൂലേ എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതിനെ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയാം. ഇനി ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന്റെ ഒരു സെറ്റ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ആ ബോയ്സിന്റെ സെറ്റിലുള്ള ആൾക്കാരെ ഞാൻ അങ്ങനെ എണ്ണാണ്, അല്ലെങ്കിൽ അവരുടെ പേര് ഞാൻ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിയെ ഞാൻ മോർ ദാൻ 1 ടൈം എന്ത് ചെയ്യൂല, പറയൂല. ഈ ക്ലാസ്സിലെ ബോയ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പേര് പറയുന്ന സമയത്ത് അതിൽ ആദ്യം പറഞ്ഞ പേര് അല്ലെങ്കിൽ അതില് ഒരു വിദ്യാർത്ഥിയുടെ പേര് വീണ്ടും വീണ്ടും മോർ ദാൻ 1 ടൈംസ് ഞാൻ എന്ത് ചെയ്യൂല, ആവർത്തിക്കൂല. അതായത് ഒരു ഒബ്ജക്റ്റിനെ ഒരൊറ്റ പ്രാവശ്യമേ എടുക്കുള്ളൂ. അതിനെ പറയുന്ന പേരാണ് ഡിസ്റ്റിങ്ക്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയുടെ പേര് വിഷ്ണു എന്നുള്ളൊരു കുട്ടി ഉണ്ടെന്നായിരിക്കും. വിഷ്ണു, പിന്നെ ഷമീർ, പിന്നെ അല്ലെങ്കിൽ ഗായത്രി എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ കുറെ കുട്ടികൾ പറഞ്ഞതിന് ശേഷം ഞാൻ ആ വിഷ്ണുവിന്റെ പേര് വീണ്ടും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതെന്താവൂല, സെറ്റിൽ അങ്ങനെ നിങ്ങൾ ഒരു ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സിനെ കൺസിഡർ ചെയ്യാം. ഒരു ഒബ്ജക്റ്റിനെ മോർ ദാൻ 1 ടൈം എന്ത് ചെയ്യൂല, പറയൂല. അതാണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് എന്നുള്ളതിന്റെ മീനിങ്. വേറെ കളക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു സെറ്റ് ഓഫ് ഓൾ ബോയ്സ് എന്നുള്ളത്, കളക്ഷൻ ഓഫ് ബോയ്സ് എന്നുള്ളത് ഒരു സെറ്റാണ്. കളക്ഷൻ ഓഫ് ഗേൾസ് എന്നുള്ളത് ഒരു സെറ്റാണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഫസ്റ്റ് ദ കളക്ഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ദ കളക്ഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് ആണ്, വെൽ ഡിഫൈൻഡ് ആണ്. അതിൽ ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സുകളാണ് ഉള്ളത്. അതായത് വെൽ ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സെറ്റ് എന്ന് പറയും. അതുകൊണ്ട് ദ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളത് ഒരു സെറ്റാണ്. ഇപ്പൊ ഞാൻ ചോദിക്കാണ് അതില് ഇപ്പൊ എക്സാമ്പിൾ ഒരു ലണ്ടൻ എന്നുള്ളത് ഈ സെറ്റിൽ പെടൂല. അതുകൊണ്ട് അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണെന്ന് പറയും. അടുത്തത് രണ്ടാമത്തെ എക്സാമ്പിൾ, ദ കളക്ഷൻ ഓഫ് ഓൾ വൊവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഏതൊക്കെയാണ് അത് വരിക? എ, ഇ, ഐ, ഒ, യു. ഇത് സെറ്റ് ആവോ? ഇതും ഒരു സെറ്റാണ്. കാരണം വെൽ ഡിഫൈൻഡ് ആണ്. ഈ 5 ആൾക്കാർ മാത്രമേ ഇതിൽ വരുള്ളൂ. ഇതിന്റെ പുറത്തു നിന്നുള്ള ഒരാൾ പോലും ഇതിൽ ഉൾക്കൊള്ളൂല.
അങ്ങനെയാണെങ്കിൽ ഇതും ഒരു സെറ്റാണ്. അപ്പൊ സെറ്റ് എന്നുള്ളതിന്റെ ഏകദേശം ഒരു ധാരണ മനസ്സിലായിട്ടുണ്ടാവും. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. ഇനി വേറെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ദ സെറ്റ് ഓഫ് ഓൾ ബെസ്റ്റ് മൂവീസ് ആക്ടഡ് ബൈ അമിതാഭ് ബച്ചൻ. സെറ്റ് ഓഫ് ഓൾ ബെസ്റ്റ് മൂവീസ് ആക്ടഡ് ബൈ അമിതാഭ് ബച്ചൻ, അതൊരു സെറ്റാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചു, സെറ്റ് ഓഫ് ഓൾ മൂവീസ് ആക്ടഡ് ബൈ അമിതാഭ് ബച്ചൻ ആണെങ്കിൽ അതൊരു സെറ്റാണ്. കാരണം അമിതാഭ് ബച്ചൻ അഭിനയിച്ച സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഒരു സെറ്റാണ്. നേരെ മറിച്ച് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, സെറ്റ് ഓഫ് ഓൾ ബെസ്റ്റ് മൂവീസ് ആക്ടഡ് ബൈ അമിതാഭ് ബച്ചൻ ആണെങ്കിലോ അത് ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ പറയുന്ന ബെസ്റ്റ്, എന്റെ കാഴ്ചപ്പാടിലുള്ള ബെസ്റ്റ് മൂവീസ് ആവില്ല വേറെ ആളുടെ കാഴ്ചപ്പാടിലുള്ള ബെസ്റ്റ് മൂവീസ്. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സൺ ആണ്. അതുകൊണ്ട് അതൊരു വെൽ ഡിഫൈൻഡ് ആണ് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ബെസ്റ്റ് എന്നുള്ളൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ അത് വെൽ ഡിഫൈൻഡ് അല്ല. നേരെ മറിച്ച് ഓൾ മൂവീസ് ആക്ടഡ് ബൈ അമിതാഭ് ബച്ചൻ എന്നാണെങ്കിൽ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. അതുകൊണ്ട് ഒരു സെറ്റാണ്. മറ്റേത് ബെസ്റ്റ് മൂവീസ് എന്തല്ല, സെറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്, ദ കളക്ഷൻ ഓഫ് ഓൾ ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഇൻ എ ലൈബ്രറി. അതൊരു സെറ്റ് ആകുമോ എന്നുള്ള വിഷയം മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്ക്. ഓൾ ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഇൻ എ ലൈബ്രറി എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഇൻട്രസ്റ്റുകൾ ആവില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇൻട്രസ്റ്റിംഗ് ബുക്സ് ആവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ബുക്സ്. അതായത് ഓരോ ആൾക്കാർക്ക് അനുസരിച്ചും ആ ഇൻട്രസ്റ്റിംഗ് ബുക്സിലുള്ള ബുക്സ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഒരിക്കലും ആവില്ല. അതുകൊണ്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് അല്ല ഇൻട്രസ്റ്റിംഗ് ബുക്സിന്റെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇതൊരു സെറ്റ് അല്ല. ഇനി അടുത്തത്, ദ കളക്ഷൻ ഓഫ് റിച്ച് ഫാമിലീസ് ഇൻ ഇന്ത്യ. അതൊരു സെറ്റ് ആണോ എന്നുള്ള വിഷയം. റിച്ച് ഫാമിലീസ് ഇൻ ഇന്ത്യ അത് ശരിക്കും ഒരു സെറ്റ് ആണോ? റിച്ച് ആയിട്ടുള്ള ആൾക്കാർ സെറ്റ് എടുത്ത പോരെ എന്നുള്ള ഒരു ആലോചന ചിലപ്പം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിള് ഞാൻ പറയും പിന്നെ നിങ്ങൾ എല്ലാവരും റിച്ച് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? നിങ്ങളെക്കാളും ഒരുപാട് സമ്പത്ത് എനിക്ക് കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയും നിങ്ങളൊക്കെ റിച്ച് പീപ്പിൾസ് ആണ്, ഞാൻ പോരാണെന്ന് പറയും. നേരെ മറിച്ച് എന്നേക്കാളും കുറച്ച് സാമ്പത്തികപരമായിട്ട് കുറവുള്ള ഒരാളെ ഞാൻ പൂർ പീപ്പിൾ എന്ന് പറയും. അയാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ എന്താണ്? റിച്ച് ആണ്. ഇനി എന്നെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ റിച്ച് ആണ്, ഞാൻ പൂറാണ്. ഇനി നിങ്ങളുടെ കാറ്റഗറി എടുത്തു. ഇനി നിങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ ഒരു യൂസുഫ് അലിയെ എം എ യൂസുഫ് അലിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എം എ യൂസുഫ് അലി റിച്ച് ആണ് എന്ന് നിങ്ങൾക്ക് പറയാം. എം എ യൂസുഫ് അലിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ്? പൂറാണ്. ഇനി എം എ യൂസുഫ് അലി നമ്മുടെ അംബാനിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അംബാനി റിച്ച് ആണ്, യൂസുഫ് അലി പൂറാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അപ്പൊ ശരിക്കും ഈ റിച്ച്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റീവ് ആണ്. അതുകൊണ്ട് കളക്ഷൻ ഓഫ് റിച്ച് ഫാമിലീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വെൽ ഡിഫൈൻഡ് ആയിട്ട് പറയാൻ സാധിക്കൂല. അതുകൊണ്ട് അതൊരു സെറ്റ് അല്ല. അതുകൊണ്ട് സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഇപ്പൊ ഈ കളക്ഷൻ ഓഫ് ആൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, ആ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളൊക്കെ ഞാൻ ഇങ്ങനെ നിരത്തി എഴുതി, എന്നിട്ട് അതിനെ ഒരു ബ്രാക്കറ്റിനുള്ളിലാക്കുക. അതൊരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയെങ്കിൽ ആ സെറ്റിനെ സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ജനറലി ഡിനോട്ടഡ് ബൈ യൂസിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ഉണ്ടാവുക? 1 2 3 4. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. അങ്ങനെയെങ്കിൽ ഈ 4 ആൾക്കാരാണ് ഇത് ഉണ്ടാവുക. ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഞാൻ ഒരു ബോക്സിന്റെ ഉള്ളിലാക്കിയതാ, ഇങ്ങനെയുള്ള ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കി. ഈ ബ്രാക്കറ്റിനെ പറയുന്ന പേരാണ് ബ്രേസസിന്റെ ഉള്ളിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇതൊരു സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ സെറ്റിനെ ഞാൻ ക്യാപിറ്റൽ എ എന്ന് ഡിനോട്ട് ചെയ്തു. ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. അതെന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ചില സെറ്റുകളിലൊക്കെ ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ ആ സെറ്റുകളെ ഇടക്കിടക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് ആ സെറ്റ് ഫുൾ എഴുതേണ്ട ആവശ്യമില്ല. സെറ്റ് എ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് മീനിങ് ഇത് വന്നു. അതുകൊണ്ടാണ് സാധാരണ ഇതിനെന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിൽ പെട്ട ഈ ആൾക്കാരുണ്ടല്ലോ, ഈ സെറ്റിലുള്ള ഈ 1 2 3 4 എന്നുള്ള ഈ ആൾക്കാരെ പറയുന്ന പേരാണ് എലമെന്റ്സ് എന്ന് പറയും. ഈ സെറ്റിലുള്ള എലമെന്റ്സ് ഓർ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. എലമെന്റ്സ് ഓർ മെമ്പേഴ്സ്. അങ്ങനെയെങ്കിൽ ഞാൻ നമ്മുടെ നമ്പർ സിസ്റ്റം കൺസിഡർ ചെയ്യാം. നമ്പർ സിസ്റ്റത്തില് നമ്മളൊക്കെ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കിയ ഒരു നമ്പർ സിസ്റ്റമാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും.
നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ? 1 2 3 4 എക്സെട്ര. ഇങ്ങനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒരു ബ്രേസസിന്റെ ഉള്ളിലാക്കി ഇതൊരു സെറ്റാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് സെറ്റിനെയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാന്ന്. പക്ഷെ ഈ നാച്ചുറൽ നമ്പേഴ്സ് നമ്പർ സിസ്റ്റത്തില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാറില്ല. അതിന് നിങ്ങൾ സ്റ്റാൻഡേർഡ് ലെറ്റർ ഇതിന് കൊടുക്കുകയാണ്. നാച്ചുറൽ നമ്പേഴ്സിന് എപ്പോഴും ക്യാപിറ്റൽ എൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് ക്യാപിറ്റൽ എൻ വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കിയ വേറെ നമ്പർ സിസ്റ്റം ആണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിന് സാധാരണ ക്യാപിറ്റൽ W വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ദാറ്റ് ഈസ് W is equal to ഈ സെറ്റിലുള്ള ആൾക്കാർ 0 1 2 3 4 എക്സെട്ര. ഒരു സീറോയും കൂടി ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരും. ഇതിനാണ് ഹോൾ നമ്പർ എന്ന് പറയാം. പിന്നെ നിങ്ങൾ പഠിച്ച അനദർ നമ്പർ സിസ്റ്റം ആണ് ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സിനെ സാധാരണ ക്യാപിറ്റൽ സെറ്റ് വെച്ചിട്ടും ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ ക്യാപിറ്റൽ I വെച്ചിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഇന്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുക. അതിനെ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാന്ന് അറിയോ? I എന്നുള്ള സെറ്റ് ഇട്ടോ 0 ഉണ്ട് 1 2 3 എക്സെട്ര. അതുപോലെ നെഗറ്റീവ് സൈഡിലേക്കും ആൾക്കാരുണ്ടല്ലോ, അതായത് -1 -2 -3 എക്സെട്ര. ഈ രീതിയിലാണ് നെഗറ്റീവ് നമ്പർ ഇന്റിജേഴ്സിന്റെ സെറ്റിനെ എഴുതുക. ഇനി ഇതന്നെ വേറെ രൂപത്തിൽ വേണമെങ്കിൽ എഴുതട്ടോ. എങ്ങനെയാണെന്ന് അറിയോ? 0 പിന്നെ +1 ഉണ്ട് -1 ഉണ്ട്. അപ്പൊ അതിന് പകരം +or -1 +or -2 +or -3 എക്സെട്ര. ഈ രീതിയിലും ഇന്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ N, ഓൾ നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ക്യാപിറ്റൽ W, ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ Z ആണ് കേട്ടോ. ഇനി Z എന്ന് ഉപയോഗിക്കാം, I എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ Z is equal to ഈ സെറ്റ് ആണ് ഇന്റിജേഴ്സിൽ പെടാൻ. ഇനി അടുത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റും, അടുത്തൊരു നമ്പർ സിസ്റ്റം ഉണ്ട് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താണെന്നറിയാം? റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. റാഷണൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പേഴ്സ് എന്നുള്ള നമ്പർ സിസ്റ്റത്തെ ഞാൻ ക്യാപിറ്റൽ Q വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ഇത് ഇതേപോലെ സെറ്റ് ആക്കിയിട്ട് എഴുതാൻ സാധിക്കുമോ? അതായത് ഈ Q എന്ന് പറഞ്ഞാൽ അതിലുള്ള ആൾക്കാർ 0 ഉണ്ട് പിന്നെ 1 ഉണ്ട് 2 ഉണ്ട് എന്ന് പറഞ്ഞ പോലെ റാഷണൽ നമ്പേഴ്സിന് എഴുതാൻ സാധിക്കുമോ? റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നോടാ? P/Q ഫോമില് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. ഇവിടെ Q എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. P യും Q എന്താവണം? ഇന്റിജേഴ്സ് ആകണം. ഒന്നുകൂടി നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ വേർ P and Q ആർ co-primes എന്നാണ് പറയാം. Co-primes എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പർ എന്താണെന്ന് അറിയില്ലേ? Co-primes എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രൈം നമ്പേഴ്സ് അതിനെ മാക്സിമം സിംപ്ലിഫിക്കേഷൻ ചെയ്തിട്ട് എടുത്ത ആ റേഷ്യോ അതിനെയാണ് എന്ത്? Co-primes എന്ന് പറയുന്നത്. അതായത് പ്രൈം നമ്പേഴ്സ് സാധാരണ 2 3 5 7 അങ്ങനെയുള്ള നമ്പേഴ്സ് അല്ലേ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് പ്രൈം നമ്പേഴ്സ് ആവാൻ കാരണം എന്താ? അതിനെ വേറെ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കൂല. 1 അല്ലാത്തൊരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ ഒരിക്കലും സാധിക്കൂല. അത് 2നെ നിങ്ങൾക്ക് 1 × 2 അല്ലെങ്കിൽ 2 × 1 അങ്ങനെ എഴുതാൻ സാധിക്കുള്ളൂ. 3നെയും അങ്ങനെ തന്നെയാണ്. 5നെയും 1 × 5 മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. വേറെ രീതിയിൽ എഴുതാൻ സാധിക്കൂല. നേരെ മറിച്ച് 6 ആണെങ്കിൽ 2 × 3 ഒക്കെ എഴുതാൻ സാധിക്കും. അപ്പൊ അതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി co-primes എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ അല്ല, 5 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണ്. പക്ഷെ ഈ 4ഉം 5 കൊടുത്തു കഴിഞ്ഞാൽ അത് co-primes ആണ്. അപ്പൊ അതിനർത്ഥം എന്താണെന്ന് അറിയോ? ഈ 4നെ ഇൻ ടേംസ് ഓഫ് 5 ആയിട്ടും 5നെ ഇൻ ടേംസ് ഓഫ് 4 ആയിട്ടും എഴുതാൻ സാധിക്കുന്നില്ല. അതിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിൽ രണ്ടിലും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതിനെയാണ് എന്ത് പറയാ? co-primes എന്ന് പറയാം. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഇനി ഇതേപോലെ അത് സെറ്റ് ആക്കിയിട്ട് എഴുതാൻ സാധിക്കുമോ എന്നുള്ള വിഷയം ഒരിക്കലും സാധിക്കില്ല. കാരണം 0 കഴിഞ്ഞിട്ടുള്ള അടുത്ത റാഷണൽ നമ്പേഴ്സ് ഏതാണ്? 0.1 ആണോ? 0.1 എന്ന് പറയുമ്പോൾ എന്താ? 1/10. അപ്പോൾ 0 ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രമേ എഴുതാണ് എഴുതിക്കോ. 0.1 0 കഴിഞ്ഞാൽ ഞാൻ ഇതിൽ 0.1 ആണോ എഴുതേണ്ടത്? അല്ലല്ലോ. 0.1നേക്കാളും അടുത്ത വേറെ റാഷണൽ നമ്പർ ഉണ്ടല്ലോ 0.01. അപ്പൊ അത് എഴുതാൻ സാധിക്കുമോ? അത് എഴുതാൻ സാധിക്കൂല. അതുകൊണ്ട് അതിനേക്കാളും അടുത്ത് വേറെ റാഷണൽ നമ്പർ ഉണ്ട്, എന്ത്? 0.001.
അതിനേക്കാളും അടുത്ത് വേറെ ഒന്നുണ്ട് 0.00001, അതിനേക്കാളും അടുത്ത് 0.0000000 അങ്ങനെ ഒരുപാട് സീറോ ഇട്ടിട്ട് 1. അതുകൊണ്ട് റാഷണൽ നമ്പേഴ്സിനെ ഫുൾ ഇങ്ങനെ എഴുതല് പോസിബിൾ അല്ല. പക്ഷെ ആരൊക്കെയാണ് റാഷണൽ നമ്പർ, ആരൊക്കെ അതിൽ പെടും, ആരൊക്കെ പെടൂല എന്നുള്ളത് കറക്റ്റ് ധാരണ നമുക്കുണ്ട്. അതുകൊണ്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് അതൊരു സെറ്റാണ്. അതുകൊണ്ട് റാഷണൽ നമ്പേഴ്സ് എന്നുള്ളത് എന്താ, ഒരു സെറ്റാണ്. അത് ഇതേപോലെ ഞാൻ എഴുതുന്നില്ല. അതുപോലെ തന്നെ പിന്നുള്ള ഒരു നമ്പർ സിസ്റ്റം ആണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് നമ്പേഴ്സിനെ സാധാരണ ടി വെച്ചിട്ടാണ് എന്ത് ചെയ്യാറ്, ഡിനോട്ട് ചെയ്യാറ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് റൂട്ടിന്റെ ഉള്ളില് പെർഫെക്റ്റ് സ്ക്വയർ വരാത്ത എല്ലാ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. റാഷണൽ അല്ലാത്തതൊക്കെ എന്താ, റിയൽ നമ്പേഴ്സിന്റെ കേസിൽ റാഷണൽ നമ്പേഴ്സ് PQ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ഒക്കെ എന്താണ്, ഇറാഷണൽ നമ്പേഴ്സ് ആണ്. വേറെ രൂപത്തിൽ പറഞ്ഞാൽ റൂട്ടിന്റെ ഉള്ളിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരാത്ത എല്ലാ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതായത് √2 ഇറാഷണൽ നമ്പർ ആണ്, √3 ഇറാഷണൽ നമ്പർ ആണ്, √4 അത് ഇറാഷണൽ നമ്പർ അല്ല. അപ്പൊ നോക്ക്, √4 ഈ സെറ്റിൽ പെടോ എന്ന് ചോദിച്ചാൽ പെടൂല നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആ സാധിക്കാൻ കാരണം എന്താ, അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയതുകൊണ്ടാണ്. ഇതിൽ ആരൊക്കെ പെടും ആരൊക്കെ പെടൂല എന്ന് വെൽ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ √1.5 ഇതൊക്കെ എന്താണ്, ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി അടുത്തുള്ള ഒരു നമ്പർ സിസ്റ്റം ആണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിനെ സാധാരണ ഡിനോട്ട് ചെയ്ത് ക്യാപിറ്റൽ R വെച്ചിട്ടാണ്. ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടി ചേർന്ന നമ്പർ സിസ്റ്റത്തെ പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. ഇനി ഇതിലുള്ള ലാസ്റ്റ് ഉള്ള നമ്പർ സിസ്റ്റം, അത് ശരിക്കും ഇപ്പൊ തന്നെ പറയാനായിട്ടില്ല എങ്കിലും ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതാണ് ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം, ജനറലി ഡിനോട്ടഡ് ബൈ C. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് അറിയില്ലേ, ഇമാജിനറി നമ്പേഴ്സ് എന്താണെന്ന് അറിയാം. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സിനെ C. അപ്പൊ ഇത്രയും നമ്പർ സിസ്റ്റം, അങ്ങനെ 7 നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതാണ് നമ്പർ സിസ്റ്റങ്ങളായിട്ടുള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ സെറ്റ്സ്. എ പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് ദ കളക്ഷൻ ഓഫ് ആൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ K അതൊരു സെറ്റ് ആണോ എന്നുള്ളതാണ് വിഷയം. ദ കളക്ഷൻ ഓഫ് ആൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ അതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ കേനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റുകൾ, കേരള, കർണാടക തുടങ്ങിയുള്ള സ്റ്റേറ്റുകളല്ലേ, അതും വെൽ ഡിഫൈൻഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ, ഒരു സെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് സെറ്റ് എന്ന് ചോദിച്ചത്. അപ്പൊ എ പാർട്ട് ക്വസ്റ്റ്യൻ അതൊരു സെറ്റാണ്. ഇനി അടുത്തത്, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളത് സെറ്റ് ആണോ എന്നുള്ളതാണ്. എടാ ശരിക്കും ഈ മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്യും. അതായത് ചില ആൾക്കാര് നോവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അപ്പൊ അതിലുള്ള നല്ല നല്ല റൈറ്റേഴ്സിനെയാണ് അവർ ഇഷ്ടപ്പെടുക. അതന്നെ ഓരോ പോയിന്റ് ഓഫ് വ്യൂലും എന്ത് ചെയ്യും, വ്യത്യാസപ്പെടും. അങ്ങനെ ഓരോ ടോപ്പിക്കുകളുടെ ബേസ് ചെയ്തിരിക്കും ഈ ടാലന്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂലും ആ ടാലൻസ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഇതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ അല്ല, അതായത് വിച്ച് ഈസ് നോട്ട് എ സെറ്റ്. ഇനി അടുത്തത്, ദ കളക്ഷൻ ഓഫ് ബുക്സ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ അതൊരു സെറ്റാണ്. അത് ഏതൊക്കെയാണ് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ബുക്കുകൾ എന്ന് വെൽ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് അതിന്റെ കളക്ഷൻ അതൊരു സെറ്റാണ്. ഇനി അടുത്തത്, ദ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. ദ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. ഇവിടെയാണ് പ്രശ്നം അല്ലെ. ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലും എന്തുണ്ടാവും, ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതും ഒരു സെറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു പിന്നെ അതിലാകെ 11 ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ആ 11 ആൾക്കാരെ എടുക്കുന്ന സമയത്ത് അത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ആവില്ല. ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂലും വേറെ വേറെ കളക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അതൊരു സെറ്റ് അല്ല. ഇനി അടുത്തത്, ദ കളക്ഷൻ ഓഫ് ഓൾ ഓഡ് ഇന്റിജേഴ്സ് അതൊരു സെറ്റാണ്. കാരണം ഓഡ് ഇന്റിജേഴ്സ് ഏതാണ്, വെൽ ഡിഫൈൻഡ് ആണ്. 1, 3, 5 എക്സെട്ര. ഒരു നമ്പർ എടുത്തിട്ട് അത് ഓടാണോ ഈവൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓഡ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും,
135 അതേപോലെ -1 -3 അതും വരും അല്ലെ, പോസിറ്റീവ് നെഗറ്റീവ് വരും. അതുകൊണ്ട് ഒരു നമ്പർ അതിൽ പെടുവോ പെടൂല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറയാൻ സാധിക്കും. അതുകൊണ്ട് അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്, സെറ്റ് ആണ്. ഇനി അടുത്തത് ദ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഓഫ് ദ വേൾഡ് അതും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ആവില്ല, അതുകൊണ്ട് സെറ്റ് ആവില്ല. ഇനി അടുത്തത് ദ കളക്ഷൻ ഓഫ് ഓൾ ഗോൾഡ് മെഡലിസ്റ്റ് ഇൻ ദ ഒളിമ്പിക്സ് ഹെൽഡ് ഇൻ ചൈന. അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്, അതൊരു സെറ്റ് ആണ്. ഇനി അടുത്തത് ദ കളക്ഷൻ ഓഫ് ഓൾ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ദ കളക്ഷൻ ഓഫ് ഓൾ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ അതും എന്ത് തന്നെയാവും, ഒരു സെറ്റ് തന്നെയാവും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് എഴുതിക്കോ. ദ കളക്ഷൻ ഓഫ് ഓൾ മൂവീസ് ആക്ടഡ് ബൈ അമിതാഭ് ബച്ചൻ. ദ കളക്ഷൻ ഓഫ് ഓൾ മൂവീസ് ആക്ടഡ് ബൈ അമിതാഭ് ബച്ചൻ എന്നുള്ളത് എന്താ, അതൊരു സെറ്റ് ആണ്. നേരെ മറിച്ച് ദ കളക്ഷൻ ഓഫ് ഓൾ ഗുഡ് മൂവീസ് ആക്ടഡ് ബൈ അമിതാഭ് ബച്ചൻ എന്നാണെങ്കിലോ, അല്ലെങ്കിൽ ദ കളക്ഷൻ ഓഫ് ഓൾ ബെസ്റ്റ് മൂവീസ് ആക്ടഡ് ബൈ അമിതാഭ് ബച്ചൻ ആണെങ്കിൽ അതൊരു സെറ്റ് ആവൂല. കാരണം അത് ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സൺ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നിന്ന് ചോദിക്കുക. ഫസ്റ്റ് നമ്മൾ ഇതുവരെ പഠിച്ച തിയറിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് സെറ്റിൽ പഠിക്കാനുള്ള ടോപ്പിക്കാണ് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. ഒരു സെറ്റിനെ സാധാരണ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ മാർഗമാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോം, ഇതിനെ തന്നെ വേറൊരു പേരുണ്ട് റൂൾ ഫോം. ഇതാണ് ഒന്നാമത്തെ ഫോം. അതെന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. രണ്ടാമത്തെ വേറൊരു മാർഗമുണ്ട് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം. ഈ രണ്ട് മെത്തേഡുകളിലാണ് ഒരു സെറ്റിനെ സാധാരണ റെപ്രസെന്റ് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ ഫോം നോക്കി, സെറ്റ് ബിൽഡർ ഫോം. സെറ്റിനെ ബിൽഡ് ചെയ്യുന്ന ഫോം, അതായത് ആ സെറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്ന കറക്റ്റ് ഡെഫിനിഷൻ കൊടുക്കുന്ന ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കും സെറ്റ് ബിൽഡർ ഫോം. അങ്ങനെയെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഒരു സെറ്റ് ഞാൻ കൺസിഡർ ചെയ്തു, എ എന്നുള്ളൊരു സെറ്റ്. ആ എ എന്നുള്ള സെറ്റ് എ സിക്കൽ ടു, അതായത് സാധാരണ സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എ എന്നുള്ള ഒരു ലെറ്റർ ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ പറയാണ് ദ കളക്ഷൻ ഓഫ് all natural numbers between 3 and 7. The collection of all natural numbers between 3 and 7. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അതായത് എന്താണ് ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പരിപാടിനെ പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റോൾ ഫോം. ഇനി രണ്ടാമത്തെ ഫോം ഉണ്ട് റോസ്റ്റർ ഫോം, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് ടാബുലാർ ഫോം എന്ന് പറയുന്നത്. അതായത് ഇത് പറയുന്നത് അനുസരിച്ച് ഇതിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണോ ആ മെമ്പേഴ്സിനെ എങ്ങനെ പിന്നെ ബ്രേസസിന്റെ ഉള്ളിലാക്കിയിട്ട് കോമന്റ് എഴുതുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ടാബുലാർ ഫോം. അതായത് ഇവിടെ പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 7 ആണ്. 3 into 70 അടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സ് അതാരൊക്കെയാണ് വരിക, 4, 5, 6. ഇതിനെ പറയുന്ന പേരാണ് ടാബുലാർ ഫോം. ഇനി ഇതില് വേറൊരു ഡിനോട്ടേഷൻ മനസ്സിലാക്കാനുണ്ട്. നിങ്ങളോട് ഞാൻ ചോദിച്ചു, ഈ 4 എന്നുള്ളത് ഈ സെറ്റിലുള്ള വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ലേ? വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരാൾ എടുത്തിട്ട് അതിൽ പെടുമോ പെടൂലേ എന്ന് ചോദിച്ചാൽ പെടുമോ പെടൂലേ എന്ന് പറയാൻ കഴിയണ്ടേ? അതിൽ ഉൾപ്പെടുമോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 4 എന്നുള്ള നമ്പർ എ എന്നുള്ള സെറ്റിൽ ഉൾപ്പെടുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഉൾപ്പെടും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഉൾപ്പെടും എന്നുള്ളതിനെ ഒരു സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു സിമ്പൽ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാം. വായിക്കൽ ബിലോങ്സ് ടു, എപ്സിലോൺ എന്നൊക്കെയാണ് ഇതിനെ പറയാം ഈ സിമ്പലിനെ. പക്ഷെ നമ്മൾ വായിക്കൽ എന്താണ്? ബിലോങ്സ് ടു. ഈ 4 എന്നുള്ളത് ഇതിൽ ഉൾപ്പെടും. ബിലോങ്സ് ടു, 4 ബിലോങ്സ് ടു സെറ്റ് എ. ഇതുപോലെ നമുക്ക് എന്ത് പറയാം? 5 ബിലോങ്സ് ടു സെറ്റ് എ എന്ന് പറയാം.
ഇനി അടുത്തത് 7. ഈ 7 എന്നുള്ള ആൾ എ എന്നുള്ള സെറ്റിൽ ഉൾപ്പെടൂലല്ലോ. അങ്ങനെയെങ്കിൽ അത്തരം നോട്ട് ബിലോങ്സ് ടു എന്നുള്ളതിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ആദ്യം ബിലോങ്സ് ടു എന്നുള്ള സിമ്പലാണ് ഇടുക. എന്നിട്ട് അതിനെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വായിക്കുന്നത് നോട്ട് ബിലോങ്സ് ടു എന്നാണ്. നോട്ട് ബിലോങ്സ് ടു. അപ്പോ ആദ്യം സെറ്റ് ബിൽഡർ ഫോം മനസ്സിലാക്കി, റോസ്റ്റർ ഫോം മനസ്സിലാക്കി. ഇനി ഒരു എലമെന്റ് അതില് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ബിലോങ്സ് ടു, അതേപോലെ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു എന്നുള്ള സിമ്പലിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ഈ സെറ്റ് ബിൽഡർ ഫോമിനെ ഇതേ രൂപത്തിൽ തന്നെ എഴുതണം എന്നില്ല, വേറെ രൂപത്തിലും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഞാൻ കാണിക്കാം. സി, ഇങ്ങനെ ബ്രേസ് തരാം, എന്നിട്ട് എഴുതാം the set of all x such that. വായിക്കൽ എങ്ങനെയാണ്? x ഇടുക, ഒരു കോളം ഇടുക, രണ്ട് കുത്തിടുക, എന്നിട്ട് വായിക്കൽ എങ്ങനെയാണ്? set of all x such that. അതിനർത്ഥം ഈ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും എക്സുകളാണ്. ഇനി ആ എക്സിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കുക. ആരാണ് എക്സ് എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുക. എന്താണ്, ആരാണ് എക്സ്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 3 and 7. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 3 less than x less than 7. ഈ രൂപത്തിലും വേണമെങ്കിൽ എഴുതാം. x is a natural number, 3 less than x less than 7. ഇനി വേറൊരു മോഡൽ എഴുതാട്ടോ. അപ്പൊ ഇതിനെ വായിക്കുന്ന ഈ രണ്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനെ വായിക്കൽ എന്താണ്? such that. അപ്പൊ ഇതിന് മുഴുവനായിട്ട് വായിക്കാൻ പറയും set of all x such that x is a natural number, 3 less than x less than 7. ഇനി ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് വേറെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യട്ടോ. എങ്ങനെയാണെന്ന് അറിയോ? set of all x such that ഇങ്ങനെ ഡോട്ടിനെ ഇട്ടു. x is a natural number എന്നല്ലേ? ഈ നാച്ചുറൽ നമ്പർ എന്നുള്ള സെറ്റിനെ സാധാരണ ക്യാപിറ്റൽ n വെച്ചിട്ടല്ലേ ഡിനോട്ട് ചെയ്യല്. അങ്ങനെയെങ്കിൽ ഈ x എന്നുള്ള ആള് ഏതിൽ ഉൾപ്പെടും? ഏതിൽ ബിലോങ്സ് ടു ആണ്? ക്യാപിറ്റൽ n ന് ഉൾപ്പെടും. അപ്പോൾ x belongs to n. പിന്നെ പറയുന്നത് എന്താ? 3 less than x less than 7. കണ്ടോ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. set of all x such that x belongs to n, 3 less than x less than 7. ഞാൻ സാധാരണ ഈ രീതിയാണ് ഫോളോ ചെയ്യാറ്. അതാണ് മറ്റേത് ഇങ്ങനെ എഴുതുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഈ 3 രൂപത്തിലും ഈ സെറ്റ് ബിൽഡർ ഫോമിനെ പറയാൻ കഴിയും. ഇനി ഇവിടെ സാധാരണ ഈ കോളം ഇട്ടില്ലേ, ഞാൻ ഈ രണ്ട് ഡോട്ട് ഇട്ടില്ലേ, അതിന് സച്ച് ദാറ്റ് എന്നല്ലേ വായിക്കാം. ഇനി അതല്ലാതെ വേറൊരു സിമ്പിളും കൂടി യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡാഷ് ഇട്ട് കഴിഞ്ഞാല്, സ്ലാഷ് ഇട്ട് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, അതിനും സച്ച് ദാറ്റ് എന്ന് വായിക്കാം. ഇതും വായിക്കാൻ തന്നെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n, 3 less than x less than 7. ഇനി ഇത് ആദ്യം എഴുതി ഇത് രണ്ടാമത് എഴുതി, അങ്ങനെ ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ, അതൊന്നും വിഷയമല്ല. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ളവരൊക്കെ എക്സുകളാണ്. എന്നിട്ട് എക്സുകളുടെ പ്രത്യേകത അതിങ്ങനെ എടുത്ത് എഴുതാം. അതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് സെറ്റ് ബിൽഡർ ഫോമിലും റോസ്റ്റർ ഫോമിലും മനസ്സിലാക്കാനുള്ളത്. ഇനി റോസ്റ്റർ ഫോമിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതില് റിപ്പീറ്റേഷൻ നടത്തേണ്ട ആവശ്യം. റിപ്പീറ്റേഷൻ അലൗഡ് അല്ല എന്നല്ല. ഫോർ എക്സാമ്പിൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 7 എന്ന് പറഞ്ഞാല് 4, 5, 6 പിന്നെ 4, 5, 6, 4 അങ്ങനെ എഴുതാറില്ല. അതായത് ഒരു നമ്പർ ഡിസ്റ്റിങ്ക്ട് എന്താണ്, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നതിന് എന്ത് ചെയ്യൂല, സാധാരണ ഉപയോഗിക്കൂല. അത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട്. ബി എന്നുള്ള അനദർ സെറ്റ് എടുക്കാം. ബി എന്നുള്ള സെറ്റിൽ ഇതിന് ഇങ്ങനെ കേട്ടോ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദ എക്സ് ഈസ് എ letter of the word Malayalam. X is a letter of the word
മലയാളം. ഇനി ഇതിനെ തന്നെ എങ്ങനെയും പറയാം, ദ കളക്ഷൻ ഓഫ് ആൾ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മലയാളം. അങ്ങനെയും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോ ഞാൻ ഈ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം. സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് എന്ന് പറയുമ്പോൾ ഇതിലുള്ളവരൊക്കെ എക്സുകളാണ്. ആ എക്സിന്റെ പ്രത്യേകത എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് മലയാളം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ ഏതൊക്കെ എക്സുകളാണ് വരിക? എക്സ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഒരു ലെറ്റർ ആണ്. അപ്പൊ എക്സിന് ഏതൊക്കെ പോസിബിൾ ആണ്? എം ഉണ്ട്. അപ്പൊ എം, എ, എൽ ആണോ? ഇനിയും എ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇനിയും എം, എൽ, എം, എ, എൽ, ഇനിയും എ ഇടൂല. കാരണം എ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു? ഉപയോഗിച്ചു കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാല് ഒരു സംഗതി ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. മോർ ദാൻ വൺ ടൈം എന്ത് ചെയ്യണ്ട, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഉപയോഗിച്ചുകൊണ്ട് തെറ്റെന്നൊന്നും പറയാൻ കഴിയൂല കേട്ടോ. അതായത് ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. ഇനി അടുത്ത് എ ഇല്ല, ഇനി വൈ ഉണ്ടാവോ? വൈ ഉണ്ട്. ഇനി അടുത്ത് വീണ്ടും എ, അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും എല്, ആ എല് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എ, അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എം, അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? എം, എ, എൽ, വൈ ആണ്. ഇതാണ് ഇതിലുള്ള എലമെന്റ്സ് വരിക. ഈ സെറ്റിന്റെ പേര് സെറ്റ് ബി. ഇനി ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ബിലോങ്സ് ടു എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ എം ബിലോങ്സ് ടു സെറ്റ് ബി, എൻ നോട്ട് ബിലോങ്സ് ടു സെറ്റ് ബി. ഇങ്ങനെ ബിലോങ്സ് ടുന്റെ സിമ്പിൾ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സിൽ കാര്യമായിട്ട് മനസ്സിലാക്കുക. റെപ്രസെന്റേഷൻ ഓഫ് എ സെറ്റ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, കൺസിഡർ ദ സെറ്റ് എ is equal to 5, 10, 15, 20, 25, 30. Insert appropriate symbol belongs to or not belongs to in the blank spaces. അത് ഉൾപ്പെടൂല എന്നുള്ള സിമ്പിൾ ഇതിന് കൊടുക്കാനാണ് പറയുന്നത്. എടാ അവിടെ 5 ഒരു ഡാഷ് ഉണ്ട് എ. ഇവിടെ 5 എന്നുള്ളത് ഈ എയിലെ ഒരു മെമ്പർ ആണ്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിൾ ഏതാ? ബിലോങ്സ് ടു. ഇനി അടുത്ത് 7 എന്നുള്ളത് എയിലെ ഒരു മെമ്പർ അല്ല. അപ്പൊ ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിൾ ഏതാ? നോട്ട് ബിലോങ്സ് ടു. അടുത്ത് 15 ഇതിലൊരു മെമ്പർ ആണ്. അതുകൊണ്ട് ബിലോങ്സ് ടു. അടുത്ത് 20 ഇതിലൊരു മെമ്പർ ആണ്. അതുകൊണ്ട് അവിടെ ബിലോങ്സ് ടു എന്ന് വരും. ഇനി അടുത്ത് 12 എന്നുള്ളത് ഈ സെറ്റിലുള്ള ഒരു മെമ്പർ അല്ല. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ട സിമ്പിൾ നോട്ട് ബിലോങ്സ് ടു. 22 അതും ഒരു പിന്നെ എലമെന്റ് അല്ല. അതുകൊണ്ട് അവിടെയും നോട്ട് ബിലോങ്സ് ടു. ഇനി 25 അവിടെ ബിലോങ്സ് ടു. 30 അവിടെയും ബിലോങ്സ് ടു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ബിലോങ്സ് ടു ആണോ അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് ദ ഫോളോവിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. അതായത് ഇനി ഈ സെറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ ആ സെറ്റ് തരും, എന്നിട്ട് അതിനെ റോസ്റ്റർ ഫോം ആക്കുക. അപ്പൊ ഇനി പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? സെറ്റ് ബിൽഡർ ഫോം തരും, എന്നിട്ട് അതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്നറിയോ? റോസ്റ്റർ ഫോം തരും, എന്നിട്ട് അതിനെ സെറ്റ് ബിൽഡർ ഫോമിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്ക്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is an integer and -5 less than x less than 2 എന്നാണ്. x എന്നുള്ള ഒരു ഇന്റിജർ ആണ്. ഏതിന്റെ ഇടയിലുള്ള ഇന്റിജർ? -5ന്റെയും 2ന്റെയും ഇടയിലുള്ള ഒരു ഇന്റിജർ. അങ്ങനെയെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയ റോസ്റ്റർ ഫോം എങ്ങനെ ആയിരിക്കുംടാ? പറയും. -5ന്റെയും 2ന്റെയും ഇടയിലുള്ള ഇന്റിജേഴ്സ് ഏതൊക്കെ? -4, -3, -2, -1, 0 പിന്നെ ഒരു എലമെന്റും കൂടി ഉണ്ടാവും 1. ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസ്റ്റർ ഫോം. പിന്നെ സൊല്യൂഷൻ ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി എന്നുള്ള അടുത്ത സെറ്റ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. എക്സ് എന്നുള്ളത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഏതിന്റെ താഴെയുള്ള? 10ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ ഒന്ന് എഴുതണം അല്ലെ? സൊല്യൂഷൻ എങ്ങനെ വരും? ബി എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ ആരൊക്കെ ഉണ്ടാവുക? 1, 2, 3, 4, 5, 6, 7, 8, 9. 3 എലമെന്റ്സ് ആണ് ഇതിലുണ്ടാകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ പറയുന്നത്, set of all x such that x is a 2-digit positive number such that sum of the digits is 7. 2-digit നമ്പർ ആണ്, പോസിറ്റീവ് നമ്പർ ആണ്. പിന്നെ ആ ഡിജിറ്റുകളുടെ സം എന്താവണം? 7 ആകണം എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെ വരിക? ഇവിടെ സി എന്നുള്ള സെറ്റ് എങ്ങനെ വരും? അതിന് 2 ഡിജിറ്റ് നമ്പേഴ്സ് തുടങ്ങുന്നത് 10ൽ നിന്നല്ലേ? അങ്ങനെയെങ്കിൽ
ഫസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ അത് 16 ആണ്. കാരണം എന്താ, അതിന്റെ സമ്മ് 7 ആകണം എന്ന് പറയുന്നത്. ഫസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ 16, 1 + 6 എന്തുണ്ട്, സം ഓഫ് ദി ഡിജിറ്റ്സ് എന്താവണം, 7 ആവണ്ടേ. ആ 1 + 6 7 ആവും, ദാറ്റ് ഈസ് 16. അടുത്തത് 25, ഇതും സം ഓഫ് ദി ഡിജിറ്റ്സ് 7 ആകും. ഇനി അടുത്തത് 34, പിന്നെ 43, ഇനി അടുത്തത് 52, 61, പിന്നെ 70. ഇനി ആരെങ്കിലും ഉണ്ടാവോ? ഇനി ആരും ഉണ്ടാവൂല സം 7 കിട്ടുന്നത്. അതുകൊണ്ട് ഈ സെറ്റിൽ ഇത്രയും എലമെന്റ്സ് ആണ് ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തീർന്നു. അടുത്ത ഡി ക്വസ്റ്റ്യൻ പറയുന്നത്, ഇതിനെ റോസൽ ഫോമിലേക്ക് ആക്കണം അല്ലേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് എ ഡിവൈസർ ഓഫ് 72. അതായത് 72ന്റെ ഡിവൈസേഴ്സ് ആയ പ്രൈം നമ്പേഴ്സ് ആണ് ചോദിക്കുന്നത്. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ 72ന്റെ ഡിവൈസേഴ്സ് ആകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് 2, 3, 5, 7, പിന്നെ ഏതാ 8 ഉണ്ടാവില്ല, 9, 10 ഒന്നുമില്ല, 11 ഉണ്ട്, 13, പിന്നെ 14, 15, 16, അത് കഴിഞ്ഞാൽ 17 ഉണ്ട്, 18, 19 ഉണ്ട്, 20, 21, 20, 23 ഉണ്ടാകും. പിന്നെ ഏതാണ്ടാകുക 25, 26, 27 ഇല്ല, 28 ഇല്ല, 29 ഉണ്ടാകും. പിന്നെ 30 ഇല്ല, 31 ഉണ്ടാവും, 32, 33 ഒന്നുമില്ല, 34 ഇല്ല, 35 ഇല്ല, 36 ഇല്ല. 36 വരെ നോക്കിയാൽ മതി കേട്ടോ. കാരണം എന്താ, 72 എന്ന് പറയുമ്പോൾ 36ന്റെ ഇരട്ടിയല്ലേ. അപ്പൊ 36 വരെ വരും. 36 ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 72 ആവാൻ സാധ്യതയുണ്ട്, 2 × 36. ഇനി അതിന്റെ അപ്പുറത്തേക്ക് വന്നാൽ 2 × എന്തായാലും എടുക്കാൻ കഴിയൂലല്ലോ. പിന്നെ ഫ്രാക്ഷൻസ് ഒരിക്കലും എടുക്കാൻ കഴിയൂല. അപ്പൊ ഇത്രയും പ്രൈം നമ്പേഴ്സിന്റെ കാര്യത്തിൽ ചെക്ക് ചെയ്താൽ മതി. നോക്ക്, ഈ 2 എന്നുള്ളത് 72ന്റെ ഡിവൈസർ ആണോ? ആണ്. 3 എന്നുള്ളത് 72ന്റെ ഡിവൈസർ ആണോ? മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, അതിന്റെ ഡിജിറ്റുകൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 7 + 2 9. ആ 9 ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആയതുകൊണ്ട് 72 ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആകും, ദാറ്റ് ഈസ് ഒരു ഡിവൈസർ 3 വരും. ഇനി 5 അതിന്റെ ഒരു ഡിവൈസർ ആണോ? അല്ല. 7 അല്ല, 11 അല്ല, 13 അല്ല, 17 അല്ല, 19, 23, 29, 31 ഇതൊന്നുമല്ല. അതുകൊണ്ട് ഇതിന്റെ ഡിവൈസേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏത് മാത്രം, 2 ഉം 3 ഉം മാത്രമാണ്. അതുകൊണ്ട് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ വരും, ഡി എന്നുള്ള സെറ്റിന് 2, 3 ഇവര് മാത്രമേ ഉണ്ടാവൂ. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്. ഇനി അടുത്ത് ഈ പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത്, ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വിമൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരൊറ്റ ആള് മാത്രമല്ലേ അതിലുള്ളൂ, അതാരാ, പ്രതിഭ പാട്ടീൽ അല്ലേ. അതുകൊണ്ട് പ്രതിഭ പാട്ടീൽ. അതിന്റെ സ്പെല്ലിംഗ് ഒന്നും വിഷയമല്ല കേട്ടോ. അതായത് നെയിം ആയതുകൊണ്ട്, അതായത് ഇംഗ്ലീഷിലുള്ള ഒരു പേരല്ലാത്തത് കൊണ്ട് പിന്നെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. നമ്മുടെ പേരിനെ എഴുതാറില്ലേ, പ്രതിഭ പാട്ടീൽ. ഇനി എഫ് എന്ന് പറഞ്ഞ സെറ്റ്, ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇൻഡിപെൻഡൻസ്. ഇതിങ്ങനെ ബ്രേസസിന്റെ ഉള്ളിലാക്കിയിട്ട് ഒന്ന് എഴുതിയില്ല, എങ്ങനെ എഴുതാൻ തുടക്കത്തിൽ മനസ്സിലാക്കിയിരുന്നു. സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇൻഡിപെൻഡൻസ്. അപ്പൊ അതിൽ ആരൊക്കെയാ വരിക, ഐ, എൻ, ഡി, ഇ, പി. ഇ വരുമോ? ഇല്ല. എൻ വരൂല, ഡി വരൂല, ഇ വരൂല, പിന്നെ എൻ വരുമോ? എൻ വന്നിട്ടുണ്ട് ഓൾറെഡി, എൻ വരൂല. പിന്നെ ആകെ ഉണ്ടാവും എന്ത് മാത്രം, സി മാത്രമാണ്. ഇതാണ് സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇൻഡിപെൻഡൻസ്. ഇനി അടുത്തത് ജി പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത്, ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലുള്ള ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഏതൊക്കെ വരും, എസ് വരും, എ വരും, യു, ഡി, ഐ. ഇത്രയും ആൾക്കാർ വരും അല്ലെ. പിന്നെ എ വരൂല, ആർ വരും അല്ലെ. പിന്നെ എ വരൂല, ബി വരുമോ? ബി വരും. പിന്നെ ഐ വരൂല, എയും വരൂല. ഇത്രയാണ് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് സൗദി അറേബ്യ. അടുത്ത ക്വസ്റ്റ്യൻ, the solution set of the equation x² - 5x + 6 = 0. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ സെറ്റിന്റെ സെറ്റാണ് നിങ്ങളോട് ചോദിച്ചത്. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിന്റെ സൊല്യൂഷൻ അപ്പൊ കാണണം. x² - 5x + 6 = 0. എടാ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കും, സമ്മ് 5 ഉം പ്രൊഡക്റ്റ്
6ഉമായിട്ടുള്ള രണ്ട് നമ്പേഴ്സ് തെരഞ്ഞു നോക്കും. അതായത് ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാണ്. ഫാക്ടറൈസേഷൻ മെത്തേഡ് പ്രകാരം സമ്മ് 2ഉം പ്രൊഡക്റ്റ് 6ഉം വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 and 3 അല്ലേ? 2 + 3 5 ആണ്. 2 × 3 6 ആണ്. അങ്ങനെയെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് പ്രകാരം ഇതിനെ എങ്ങനെ എഴുതാം? x + 2 × x + 3 which is equal to 0 എന്ന് എഴുതാം. ഇവിടെ രണ്ട് ടേമിന്റെ പ്രൊഡക്റ്റ് 0 ആകണമെന്നുണ്ടെങ്കിൽ either first term or second term should be 0 എന്നല്ലേ? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 × 0 0 ആണ്. 0 × 9 0 ആണ്. അതായത് രണ്ട് ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 എന്ന ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ either first term or second term should be 0. അങ്ങനെയെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് 0 ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ x + 2 0 ആകണം, അല്ലെങ്കിൽ x + 3 0 ആകണം. അതായത് x + 2 0 ആയാൽ x = -2, x + 3 0 ആയാൽ x = -3. അങ്ങനെയെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ ഏതാ വരിക? h എന്നുള്ള സെറ്റിന് രണ്ട് എലമെന്റ്സ്, ഒന്ന് -2, രണ്ടാമത്തത് -3. ഇതാണ് അതിന്റെ സൊല്യൂഷൻ വരിക. റെഡിയല്ലേ? ഇനി ഇത് നേരിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയാം. 2ഉം 3ഉം കിട്ടി കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ നേരിട്ട് കാണാം. അതിന്റെ നേരെ നെഗറ്റീവ് എടുത്താൽ മതി. -2 -3. അത് പിന്നെ എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സാധാ ബോർഡ് എക്സാം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് മാത്രമേ അതിന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? റോസ്റ്റർ ഫോം നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോളോവിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അതായത് റോസ്റ്റർ ഫോം തന്നിട്ട് അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാനാ പറഞ്ഞത്. ഇതിലുള്ള എലമെന്റ്സ് നോക്ക്. 3 6 9 8 12 8 15 18 etc. up to 30 അല്ലേ? അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. 30 വരെയുള്ള 3യുടെ മൾട്ടിപ്പിൾസിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ വെറുതെ വേർഡ്സിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടി വൃത്തിയായിട്ട് എങ്ങനെ എഴുതാന്ന് അറിയാം. ഞാൻ അങ്ങനെ എഴുതാണ് a = set of all x such that ഈ സെറ്റിലുള്ളവരൊക്കെ എന്താണ്? എക്സുകളാണ്. ഇനി ആ എക്സിന്റെ പ്രത്യേകത എന്താ? അത് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. എന്താ മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറഞ്ഞാല് 3 × 1 3 × 2 3 × 3 3 × 4 3 × 5 etc. up to last 3 × 10 സ്റ്റൈലല്ലേ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ജനറലി പറയും 3 × n. കണ്ടോ? എക്സ് ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ എക്സുകളാണ്. ആ എക്സുകൾ എങ്ങനത്തെ ഫോമിലുള്ള ആൾക്കാരാണ്? 3n ഫോമിലുള്ള ആൾക്കാരാണ്. ഇനി n-ന്റെ പ്രത്യേകത എന്താ? ആ n-ന്റെ വാല്യൂ <11 ആണ്. ആ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആണ്. ഇത് ഈ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. നോക്ക്, n <11 എന്ന് പറയുമ്പോൾ 11ന്റെ താഴെയുള്ള n, ആ n എന്താ? നാച്ചുറൽ നമ്പർ. 11ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതാ? 1 2 3 up to 10. ആ 10 വരെയുള്ള വാല്യൂസ് ഇതിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സുകളാണ് ഈ സെറ്റിലുള്ളത്. സെറ്റ് ഓഫ് ഓൾ എക്സ് എന്ന് പറയുമ്പോൾ ഈ സെറ്റിലുള്ളവരൊക്കെ എന്താണ്? എക്സുകളാണ്. ആ എക്സിന്റെ വാല്യൂ 3n, മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. അത് <11 ആൻഡ് n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഈ രീതിയിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ വേർഡ്സിൽ എഴുതാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് വെച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 ലെസ് ദാൻ 31 എന്ന് വേണമെങ്കിൽ പറയാം. അതായത് x is a positive multiple of 3. 3യുടെ പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ഏതാ? 3 6 9 അങ്ങനെ പോയിട്ട് ലാസ്റ്റ് 30 വരെ പോകണം അല്ലേ? അപ്പൊ <31. 31ന്റെ താഴെയുള്ള 3യുടെ മൾട്ടിപ്പിൾസ്. അല്ലെങ്കിൽ <32 എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ്. <33 എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ <34 എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ല. <34 എന്ന് പറയുമ്പോൾ അതിൽ ഏത് വിടും? 34 വിടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ <31 എന്ന് എഴുതാം. ഒന്നുകിൽ a എന്നുള്ള സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെയാണ് കുറച്ചും കൂടി നല്ലത്. അതായത് കുറച്ചിങ്ങനെ ഫുള്ള് വേർഡ്സിന്റെ ഇത് കുറച്ചിട്ട് മാക്സിമം ഇങ്ങനെ സിമ്പിൾസ് മാത്രം വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതി. ഇങ്ങനെയും രണ്ട് രീതിയിലും ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോമിനെ നിങ്ങൾക്ക് എഴുതാം. ഏത് രീതിയിൽ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബി എന്നുള്ള സെറ്റ് 1 4 9 25 36 up to 100. അങ്ങനെയെങ്കിൽ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതണം. അതായത് b = സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇതിന്റെ പ്രത്യേകത എന്താണ്? 1 4 9 25 അതൊക്കെ എന്താ? പെർഫെക്റ്റ് സ്ക്വയർസ് അല്ലേ? 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ
സോറി, ഇവിടെ ഒരു എലമെന്റ് വിട്ടു പോയിട്ടുണ്ട്. 16 കൂടെ ഉണ്ട് കേട്ടോ. അതായത് 2, 4, 9, 16, 25 ഇങ്ങനെയാണുള്ളത്. അപ്പോൾ 9, 16, 25, 36, 49 ഇതെന്താ 8 സ്ക്വയർ, 9 സ്ക്വയർ, 10 സ്ക്വയർ അങ്ങനെയാണുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ വേർഡ്സിൽ എഴുതാം. എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് കൊടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് പറയുമ്പോൾ 100 ഉൾപ്പെടും. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സിംബോളിക്കലി പറഞ്ഞില്ലേ, അതാണ് കുറച്ചും കൂടി നല്ല മാർഗം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇതിന്റെ ഉള്ളിലുള്ളതൊക്കെ എക്സുകളാണ്. ആ എക്സുകളുടെ പ്രത്യേകത എന്താ? ഇവിടെ ഉള്ളവരൊക്കെ എന്താണ്? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ അപ് ടു 10 സ്ക്വയർ അല്ലേ? അപ്പൊ ജനറലി പറയുകയാണെങ്കിൽ ഇതൊക്കെ n സ്ക്വയറുകളാണ്. ആ എന്നിന്റെ പ്രത്യേകത എന്താ? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ആ n എന്നുള്ളത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഈ രീതിയിലും അതിനെ റെപ്രസെന്റ് ചെയ്യാം. റെഡിയല്ലേ? അപ്പൊ കുറച്ച് ഇതില് ബുദ്ധി വർക്ക് ചെയ്യാനുള്ളത് ശരിക്കും റോസ്റ്റഡ് ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുമ്പോഴാണ്. സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിലാണ് കുറച്ചും കൂടി ചിന്തിക്കാനുള്ളത്. എങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തിട്ടോ c = പറയുന്ന ഏതാ? 2, 4, 8, 16, 32, 64, 128. ഇതിന്റെ പ്രത്യേകത എന്താടാ? 2ന്റെ ഇരട്ടിയാണ് 4, 4ന്റെ ഇരട്ടിയാണ് 8, ഇതിന്റെ ഇരട്ടിയാണ് 16. അതായത് ഇതെന്താ? 2 സ്ക്വയർ, 2 ക്യൂബ്, 2 raised to 4, 2 raised to 5, 2 raised to 6, 2 raised to 7, 2 raised to 8, 2 raised to 9. 2 raised to 1 മുതൽ 2 raised to 9 വരെയുള്ള ആൾക്കാരല്ലേ? ഇതപ്പോ ജനറലി 2 raised to 1, 2 raised to 2, 2 raised to 3. ജനറലി ഇതിലുള്ള എലമെന്റ്സ് എങ്ങനെയാണ്? 2 raised to n സ്റ്റൈലല്ലേ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്താന്ന് അറിയോ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ എക്സുകളാണ്. ആ എക്സിന്റെ പ്രത്യേകത എന്താ? എക്സ് ഈസ് ഈക്വൽ ടു 2 raised to n. ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ 2 raised to n സ്റ്റൈലുള്ള ആൾക്കാരാണ് അതിലുള്ളത്. ഇനി ആ എന്നിന്റെ പ്രത്യേകത എന്താ? n എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. കാരണം 2 raised to 9 അല്ലേ ഇത്. പിന്നെയോ ആ n എന്നുള്ളത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഇങ്ങനെ പറയാം. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ എക്സുകളാണ്. എന്നിട്ട് ആ എക്സിന്റെ ഡെഫിനിഷൻ ആണ് പിന്നീട് നമ്മൾ കൊടുക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഇപ്പൊ ഞാൻ വേറൊരു മാർഗം കൂടി ഞാൻ ഇതിലൊന്ന് കാണിച്ചത്. വേർഡ്സിലെല്ലാം സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു മാർഗം കൂടി. അങ്ങനെയെങ്കിൽ കേട്ടോ വേറൊരു മാർഗം സെറ്റ് ഓഫ് ഓൾ. ഇനി ഇത് നേരിട്ട് പറയാം. 2 raised to n സച്ച് ദാറ്റ് ഇതിനർത്ഥം എന്താണ്? ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ 2 raised to n കളാണ്. ഇനി ആ 2 raised to n ന്റെ പ്രത്യേകത എന്താ? അതിലുള്ള n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. പിന്നെ ആ n എന്നുള്ളത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. കണ്ടോ? ഇതേ രൂപത്തിലും വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സെറ്റ് ഓഫ് ഓൾ 2 raised to n സച്ച് ദാറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ 2 raised to n കളാണ്. ഞാൻ 2 raised to n കളുള്ള ആൾക്കാരുടെ പ്രത്യേകത എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്ന് പറയുന്ന സമയത്തോ ഈ എക്സുകളൊക്കെ എന്താണ്? ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ എക്സുകളാണ്. എന്നിട്ട് ആ എക്സിന്റെ പ്രത്യേകതയാണ് എന്ത് ചെയ്യേണ്ടത്? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഏത് രീതിയിൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഈ രണ്ട് രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാം, പ്രശ്നമില്ല. ഇനി അടുത്തത് ഡി എന്നുള്ള സെറ്റ് 1/2, 2/3, 3/4, 4/5 എക്സെട്രാ. അത് അവസാനിക്കണില്ല, അങ്ങനെ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ശരിക്കും ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്തിനാ കൊടുത്തത്? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്തിനാ കൊടുത്തത്? അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ n ബിലോങ്സ് n എന്നുള്ളൊരു നാച്ചുറൽ നമ്പർ ആണെന്ന് വരും. അപ്പൊ എല്ലാ നാച്ചുറൽ നമ്പറും ഇതിലേക്ക് കൊടുക്കണം. അപ്പൊ ഈ 512 നിൽക്കൂല. പിന്നെ 1024, 2048 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. അപ്പൊ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ആ n-നെ ലിമിറ്റ് ചെയ്യുന്നത്. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് കൊടുത്തത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ടേം അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രം. ഇനി ഇതിലുള്ള ടേമിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ന്യൂമറേറ്റർ ഒക്കെ നോക്ക്. 1, 2, 3, 4 അങ്ങനെ പോകില്ലേ? അപ്പൊ ജനറലി ന്യൂമറേറ്റർ എന്താണ്? n വാല്യൂ നാച്ചുറൽ നമ്പർ നിർത്താൽ മതി. 1, 2, 3, 4, 5. ഞാൻ ഡിനോമിനേറ്ററിന്റെ പ്രത്യേകത എന്താ? ഈ 1-നേക്കാൾ 1 കൂടുതലാണ് 2, 2-നേക്കാൾ 1 കൂടുതലാണ് 3, 3-നേക്കാൾ 1 കൂടുതലാണ് എന്ത്? 4. അതായത് ഇവിടെ ഉള്ള ഏത് നമ്പർ ആണോ അതിനേക്കാളും 1 കൂടുതലാണ് ഇവിടെ. 3 ആണെങ്കിൽ 3+1 ആണ് അടിയിൽ. n ആണെങ്കിൽ അടിയിൽ എന്താ വരിക? n+1 അല്ലേ വരിക. അങ്ങനെയെങ്കിൽ ഈ സെറ്റിൽ ആരൊക്കെ ഉണ്ടാവുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ എക്സുകളാണ്. ആ എക്സിന്റെ പ്രത്യേകത എന്താ? എക്സ് ഏത് മോഡലാ? n/n+1 സ്റ്റൈലുള്ള ആൾക്കാരാണ്.
ഇനി ആ എന്നിനെ ലിമിറ്റ് ചെയ്യണോ? ലിമിറ്റ് ചെയ്യണ്ട, കാരണം അത് ഇൻഫിനിറ്റി വരെ പോകാണ്. എന്ത് പറഞ്ഞാൽ മതി? n എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആണ്. n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. ഇത് മാത്രം പറഞ്ഞാൽ മതി. അടുത്ത ഈ പാർട്ട് ക്വസ്റ്റ്യൻ is equal to 1 8 27 64 125 216 343 512. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും എന്നുള്ളതാണ് വിഷയം. is equal to set of all x such that, ഇതിന്റെ ഉള്ളിലുള്ളതൊക്കെ എന്താണ്? എക്സുകളാണ്. ഞാൻ എക്സുകളുടെ പ്രത്യേകത എന്താ? ഇവിടെയുള്ള നമ്പേഴ്സ് നോക്കണം. ഈ 1 8 27 ഇതെന്താ? ഈ 1 എന്ന് പറഞ്ഞാൽ ശരിക്കും 1 ക്യൂബ് അല്ലേ? 2 എന്ന് പറഞ്ഞാലോ 2 ക്യൂബ്. 27 3 ക്യൂബ്. ഇയാളോ 4 ക്യൂബ്. ഇതോ 5 ക്യൂബ്. അങ്ങനെ പോകല്ലേ ചെയ്യാം. ഇത് 6 ക്യൂബ് 7 ക്യൂബ് 8 ക്യൂബ്. അങ്ങനെയെങ്കിൽ ഇതിലുള്ള എല്ലാ ആൾക്കാരും ഏത് സ്റ്റേജിലാണുള്ളത്? n ക്യൂബ് സ്റ്റേജിലാണുള്ളത്. ഞാൻ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടോ? ഇല്ല, 512 നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ പിടിച്ചു നിർത്തണം. അതേതാ? 8 ക്യൂബ് അല്ലേ? അപ്പൊ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. പിന്നെ ആ n എന്നുള്ള എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഈ രീതിയിലാണ് അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ലിസ്റ്റ് ആൾ എലമെന്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് എന്നാ. ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും ലിസ്റ്റ് ചെയ്യാനാ പറയുന്നത്. അതായത് സംഗതി എന്ത് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയുന്നതിന് പകരം വെറുതെ ഇങ്ങനെ പറയണ ലിസ്റ്റ് ഓൾ എലമെന്റ്സ് ഓഫ് ദി സെറ്റ്സ്. ഒരു സെറ്റിലുള്ള റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ എന്താ? അതിലുള്ള എല്ലാ എലമെന്റ്സിനെയും കോമട്ട് ഇങ്ങനെ നേരത്തെ എഴുതുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് എന്ത്? റോസ്റ്റർ ഫോം. അങ്ങനെയാണെങ്കിൽ അതിലുള്ള എല്ലാ എലമെന്റ്സിനെയും ലിസ്റ്റ് ചെയ്യാനാണ് എന്ത് ഇതിൽ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ സൊല്യൂഷൻ എന്താണ് വരിക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഈ സെറ്റിലുള്ളവരൊക്കെ എക്സുകളാണ്. x is an odd natural number less than 20. ആ 20യുടെ താഴെയുള്ള odd natural numbers ആണ് ഈ സെറ്റിലുള്ളത്. അങ്ങനെയെങ്കിൽ ആരൊക്കെ വരും? 1 3 5 7 9 11 13 15 17 19. ഇത്രയും ആൾക്കാരാണ് ഈ എ എന്നുള്ള സെറ്റിൽ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ x belongs to set of all x such that, ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ എക്സുകളാണ്. x belongs to z. എന്താ z എന്ന് പറഞ്ഞാൽ? ഇന്റിജർ. അതിനർത്ഥം ഈ x എന്നുള്ളത് ഒരു ഇന്റിജർ ആണ്. പിന്നെ ആ ഇന്റിജറിന്റെ പ്രത്യേകത എന്താ? ആ ഇന്റിജർ -5/2 11/2 ഇടയിലാണ്. ഈ -5/2 എന്ന് പറഞ്ഞാൽ എന്താ? 5/2 എന്ന് പറയുമ്പോൾ 2.5 അല്ലേ? അപ്പൊ -5/2 എന്ന് പറയുമ്പോൾ -2.5. ഇനി 11/2 എന്ന് പറഞ്ഞാലോ? 11/2 എന്ന് പറഞ്ഞാൽ അത് 5.5. അങ്ങനെയാണെങ്കിൽ പറയുന്നത് എന്താണ്? -2.5ന്റെയും 5.5ന്റെയും ഇടയിലുള്ള ഇന്റിജേഴ്സ് ആണ്. ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? 0 1 2 3 അങ്ങോട്ടും -1 -2 -3 അങ്ങനെയുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഇന്റിജർ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഇന്റിജേഴ്സിനെയാണ് നിങ്ങളോട് ചോദിച്ചത്. ഏതൊക്കെ വരും? -2.5ന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഇന്റിജർ -2, പിന്നെ -1 0 1 2 3 4 5 5.5ന്റെ തൊട്ടിപ്പുറത്തുള്ളത് ഈ ഇന്റിജേഴ്സ് ആണ് -5/2ന്റെയും 11/2ന്റെയും ഇടയിലുള്ളത്. ഈ രീതിയിൽ അത് പറയാം. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ഓൾ x such that x is a month of an year having 31 days. ഈ സെറ്റിലുള്ള എക്സുകൾ ആരൊക്കെയാണ്? 31 ഡേയ്സ് ഉള്ള മന്തുകൾ. ഏതൊക്കെ മാസങ്ങളിലാണ് 31 ഡേയ്സ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ സെറ്റിലുള്ള ആൾക്കാരെ ഞാൻ എഴുതാട്ടോ. നിങ്ങൾക്ക് അതിനുള്ള ട്രിക്ക് അറിയില്ലടാ. ഇങ്ങനെ വിരൽ വെച്ചിട്ട് സാധാരണ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ രീതിയിൽ പറയുന്ന പരിപാടി. അതായത് ഈ മുകളിൽ നിന്ന് തുടങ്ങാം. ഇതിങ്ങനെ ജനുവരി ഫെബ്രുവരി ഈ മുകൾ ഭാഗത്ത് നിൽക്കുന്നതിലൊക്കെ 31 ഡേയ്സ് ഉണ്ടാവും. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ. ഇനി ഇവിടെ അവസാനിക്കുന്ന സമയത്ത് ഒന്നും കൂടി കാണണം. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ. അപ്പൊ ഏതിലേക്ക് 31 ഡേയ്സ് ഉള്ളത്? ജനുവരിയിലുണ്ട്, ഫെബ്രുവരിയിൽ ഇല്ല കേട്ടോ. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലില്ല, മെയ് ജൂണിലില്ല, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലില്ല, ഒക്ടോബർ നവംബർ ഡിസംബർ. ഈ രീതിയിലല്ലേ ഉണ്ടാക്കുക. അങ്ങനെയെങ്കിൽ ഇതിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ജനുവരി ഫുള്ളായിട്ട് ചെയ്തട്ടോ. ജനുവരി മാർച്ച് ഫുള്ളായിട്ട് എഴുതണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്നുള്ളൂ. മാർച്ച് പിന്നെ എന്താ? ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇല്ല, മെയ്യിലുണ്ട്, ജൂൺ ജൂലൈയിലുണ്ട് അല്ലേ?
ഓഗസ്റ്റിലുണ്ട്, സെപ്റ്റംബർ ഒക്ടോബറിലുണ്ട്, ഡിസംബറിലുണ്ട്. ഇത്രയും മാസങ്ങളിലാണ് 31 days ഉള്ളത്. ഇനി അടുത്തത് set of all x such that x is an integer x square less than or equal to 9. ഇതിന്റെ ഉള്ളിലൊക്കെ എക്സുകളാണ്. ആ എക്സുകളുടെ പ്രത്യേകത എന്താ? ആ എക്സ് ഇന്റിജർ ആണ്. എങ്ങനത്തെ ഇന്റിജർ? സ്ക്വയർ ചെയ്താൽ 9 9നേക്കാൾ താഴെയോ നമ്പേഴ്സ് കിട്ടുന്ന ഇന്റിജർ. അതേതാണ് ഇന്റിജർ? സ്ക്വയർ ചെയ്താൽ 9 9നേക്കാൾ താഴെയോ കിട്ടുന്ന ഇന്റിജർ. ഇവിടെ 0 1 2 ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവുമല്ലേ? നമ്പർ ലൈൻ ഞാൻ വെറുതെ എടുത്താട്ടോ. 0നെ സ്ക്വയർ ചെയ്താൽ എന്താ? 0, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 അല്ലേ? 1നെ സ്ക്വയർ ചെയ്താലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. 2നെ സ്ക്വയർ ചെയ്താലോ 4, ആ 4ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. 3നെ സ്ക്വയർ ചെയ്താലോ 9, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. ഇനി 4നെ സ്ക്വയർ ചെയ്താലോ അത് 16, അത് പെടൂല. ഇനി -1നെ സ്ക്വയർ ചെയ്താൽ 1, അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. -2നെ സ്ക്വയർ ചെയ്താലോ അത് 4 അല്ലേ? -2ന്റെ സ്ക്വയർ വരിക, അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. -3 സ്ക്വയർ ചെയ്താലോ അത് ലെസ് ദാൻ ഓർ ഈക്വൽ, അത് 9 ആ കിട്ടുക, അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ് വരിക. ഇനി -4നെ സ്ക്വയർ ചെയ്താലോ അത് -16 അല്ല +16 അല്ലേ കിട്ടുക, അതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അത് 9 ആകൂല. അങ്ങനെയെങ്കിൽ ഈ കണ്ടീഷൻ ഒബേ ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്ക്വയർ ചെയ്താൽ അതിന്റെ സ്ക്വയർ എന്താവണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആകണം. അങ്ങനത്തെ എലമെന്റ്സ് ആരൊക്കെയാണ് ഉണ്ടാവും? ഒന്ന് -3 ഉണ്ടാവും, -2 -1 0 1 2 3. ഇത്രയും എലമെന്റ്സിനെ സ്ക്വയർ ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആയിരിക്കും. അതിനപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും സ്ക്വയർ ചെയ്താൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 9 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചത്. എന്തൊക്കെ ടോപ്പിക് നമ്മൾ മനസ്സിലാക്കിയത്? ആദ്യം സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്, അതിനെ പറയുന്ന പേരാണ് സെറ്റ്. ഒരു സെറ്റിനെ സാധാരണ ജനറലി ഡിനോട്ട് ചെയ്യല് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അതിലുള്ള ഈ സെറ്റിലുള്ള എലമെന്റ്സിനെ പറയുന്ന പേരാണ് എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയും. പിന്നെ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് നമ്മൾ മനസ്സിലാക്കി. റെപ്രസെന്റേഷൻ രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തെ മാർഗം സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ ഫോം, രണ്ടാമത്തെ മാർഗം ടാബുലാർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുള്ള ഏതൊക്കെ അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് എച്ച് എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന രീതിയെ പറയുന്ന പേരാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. ഇനി റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറഞ്ഞാലോ ആ സെറ്റിലുള്ള എലമെന്റ്സിനെ കോമട്ട് ഇങ്ങനെ നിരത്തി എഴുതുന്ന പരിപാടിയെ പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഇനി ഒരു എലമെന്റ് തന്ന സെറ്റിൽ ഇൻക്ലൂഡഡ് ആണോ ഇൻക്ലൂഡഡ് അല്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബിലോങ്സ് ടു അതേപോലെ നോട്ട് ബിലോങ്സ് ടു എന്നുള്ള രണ്ട് സിമ്പലാണ് ഉപയോഗിക്കാറ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. നാച്ചുറൽ നമ്പർ ഡിനോട്ട് ചെയ്ത് ക്യാപിറ്റൽ N, ഇൻഡിജേഴ്സ് ഡിനോട്ട് ചെയ്ത് ക്യാപിറ്റൽ Z ഓർ ക്യാപിറ്റൽ I. അടുത്തത് വേറെ പഠിച്ചത് ഏതാ? ഹോൾ നമ്പേഴ്സ് ക്യാപിറ്റൽ W. പിന്നെ അതുപോലെ റാഷണൽ നമ്പേഴ്സ് ക്യാപിറ്റൽ Q, ഇറാഷണൽ നമ്പേഴ്സ് T, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ C. ഇത്രയും നമ്പർ സിസ്റ്റത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ചെയ്തു. അതായത് ഒന്ന് സെറ്റ് ആണോ സെറ്റ് അല്ലേ എന്ന് ഇതാക്കുന്ന ഐറ്റം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. പിന്നെ ബിലോങ്സ് ടു എന്നുള്ള സിമ്പിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കി. പിന്നെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോമിലേക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ റോസ്റ്റർ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നു. പിന്നത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ്, അതിന്റെ മീനിങ് എന്താ? റോസ്റ്റർ ഫോമിൽ എഴുതാന്ന് ആ ഒരു മോഡൽ ക്വസ്റ്റ്യനും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ സെറ്റിൽ മനസ്സിലാക്കിയത്.